ഷോൺ ജോർജ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇങ്ങനത്തെ ഫേവറുകൾ വാങ്ങിക്കുന്ന ഒരാൾ അയാൾ സർവീസിലിരുന്ന കാലത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം എന്ന് ഞാൻ കരുതുന്നു. അത് സംബന്ധിച്ച് പരാതി നൽകും. പരാതി ഇൻകം ടാക്സിന് കൊടുക്കണോ അതോ മിനിസ്ട്രിക്ക് കൊടുക്കണോ എന്ന് ആലോചിച്ച് തീരുമാനിക്കണം. കാരണം അദ്ദേഹം അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് പൊസിഷനിലിരുന്ന ആളാണ്. ധനകാര്യ മന്ത്രാലയത്തിനാണ് പരാതി നൽകേണ്ടത്. അത് ഒന്നുകൂടെ ആലോചിച്ച് തീരുമാനിക്കുക. എന്താണെങ്കിലും പരാതി നൽകും. ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്തും ഈ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്പെഷ്യൽ ഓഫീസറായി ഉണ്ട്. ലാവ്ലിൻ കേസിൽ കുറ്റവിമുക്തനാക്കിയെന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന, അല്ലെങ്കിൽ CBI കോർട്ട് കുറ്റവിമുക്തനാക്കിയെന്ന് അഭിമാനത്തോട് പറയുന്ന മുഖ്യമന്ത്രിയുടെ എങ്ങനെ കുറ്റമുക്തനായി എന്നുള്ളതിനുള്ള ഒരു ചൂണ്ടുപലകയാണ് ഇതുപോലെ ഒരു ഡോക്യുമെൻ്റ്. അങ്ങനെ എത്രയോ സ്വാധീനങ്ങൾ സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ടാകും. കഴിഞ്ഞ ടൈമിലുണ്ടായിരുന്നു. ഇത് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് 2008 അതിനുശേഷം സ്വാഭാവികമായിട്ടും ഇവർ ഈ പിണറായി വിജയൻ്റെ 2016 മന്ത്രിസഭാ കാലഘട്ടത്തിലാണ്. എനിക്ക് ഡേറ്റ് കറക്റ്റായിട്ട് എനിക്ക് ഇപ്പോഴുണ്ട്, അത് കാര്യം സംശയം. സ്റ്റിൽ ഇന്ന് രാവിലത്തെ ഡാറ്റ ആണ് നിങ്ങളുടെ ഈ തന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബേഴ്സിൻ്റെ ലിസ്റ്റിൽ ഇന്ന് രാവിലത്തെ ഡാറ്റ ആണ്. 4ാമത്തെ ആളാണ്. P. ശശി കഴിഞ്ഞ അടുത്ത ആൾ. അപ്പം എത്രമാത്രം ഗൗരവമുള്ള പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ആളാണ് എന്നറിയാമല്ലോ. മുൻ ചീഫ് സെക്രട്ടറിയുടെ സഹോദരൻ കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ ഉദ്യോഗസ്ഥൻ R. മോഹനനെതിരെയാണ് ഷോൺ ജോർജ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. 2008 ലാവ്ലിൻ കേസിൽ ക്ലീൻ ചിറ്റ് നൽകിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ R. മോഹനൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാണ്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയാണ് ഈ നിയമനമെന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത്. R. മോഹനനെതിരെ കേന്ദ്ര സർക്കാരിനെ സമീപിക്കും എന്നാണ്, ധനകാര്യ മന്ത്രാലയത്തിന് പരാതി നൽകുമെന്നാണ് ഇപ്പോൾ ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.